മുനമ്പം വിഷയത്തിൽ UDF-ൽ ഭിന്നത. VD സതീശനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം വ്യക്തിപരം. ഇതിൽ മുസ്ലിം ലീഗിന് യോജിപ്പില്ല. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ. ഭൂമി വഖഫിന്റേതല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ലെന്നും KM ഷാജി. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, മുനമ്പം വിഷയത്തിൽ UDF-ലെ ഭിന്നത KM ഷാജിയുടെ വാക്കുകളിലൂടെ മറനീക്കി പുറത്തുവരികയാണ്. കോൺഗ്രസിനെ തള്ളി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്ന കാഴ്ച അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ തന്നെ നിയമസഭാ ഉപകക്ഷി നേതാവായിട്ടുള്ള MK മുനീർ സമാനമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് മുസ്ലിം ലീഗിന്റെ നിലപാട് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ UDF-ൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന രീതിയിലായിരുന്നു MK മുനീർ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ലീഗ് നേതാവായിട്ടുള്ള ലീഗ് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള KM ഷാജി പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ്. VD സതീശനെ പരസ്യമായി തന്നെ തള്ളുകയാണ്. മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം മുനമ്പത്തേത് വലിയ വിഷയമാണ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ള വിഷയമാണ് എന്ന് പറയുമ്പോഴും ലീഗിന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗിന്റെ നിലപാട് പരസ്യമായി പുറത്തേക്ക് പറയുന്ന ഒരു പ്രവണതയാണ് അവിടെ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവിടെ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുകയും അത് VD സതീശൻ, പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിൽ വേണം ഈ വിഷയം മനസ്സിലാക്കാൻ എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പരസ്യമായി രംഗത്തേക്ക് വരുന്ന സാഹചര്യത്തിൽ അതിനെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ LDF-ഉം UDF-ഉം തമ്മിൽ, LDF-ഉം കോൺഗ്രസും തമ്മിൽ ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ആരാണ് ഈ മുനമ്പത്തെ ജനതയെ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് എന്നതിനെ സംബന്ധിച്ച തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിസാർ കമ്മീഷനെ നിയമിക്കുകയും നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന കണ്ടെത്തൽ ഉണ്ടാവുകയും അത് തിരിച്ചെടുക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ നടപടിയിലേക്ക് കടന്നത് എന്ന രീതിയിലുള്ള പ്രതികരണവുമായി കോൺഗ്രസ് നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനോട് പ്രതികരിച്ചത് ഈ മുസ്ലിം ലീഗ് നേതാവായിരുന്ന റാഷിദ് അലി തങ്ങൾ ചെയർമാനായ വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന സമയത്താണ് ഈ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയായി രജിസ്റ്റർ ചെയ്തത് എന്നൊരു മറുവാദമായിരുന്നു LDF മുന്നോട്ടേക്ക് വെച്ചത്, അല്ലെങ്കിൽ CPM മുന്നോട്ടേക്ക് വെച്ചത്. അങ്ങനെ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാതെ ഇവരെ ഈ രീതിയിലേക്ക് ദുരന്തത്തിലേക്ക് തള്ളിവിട്ടത് ആരാണ് എന്നതിനെ സംബന്ധിച്ച ചർച്ചകൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളായിരുന്നു ഇരു വിഭാഗവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മുസ്ലിം ലീഗ് വളരെ ഗൂഢമായി തന്നെ ഇത് വഖഫ് ഭൂമിയാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടുവരുന്നു. പ്രതിപക്ഷ നേതാവിനെയൊക്കെ പരസ്യമായി തള്ളിക്കൊണ്ട് ഇത് വഖഫ് ഭൂമിയാണ്, വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ ആർക്കും അധികാരമില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഇതിനൊരു അനുരഞ്ജന ചർച്ചയൊക്കെ നടത്തുകയും ഇത് രമ്യമായി പരിഹരിക്കണമെന്നും ഒക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഒക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പൂർണ്ണമായും അവർ മാറുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ അവിടെ നിന്ന് പൂർണ്ണമായിട്ടും അവരുടെ അഭിപ്രായത്തിൽ മാറ്റം വരുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ലീഗ് നേതാവ് KM ഷാജിയുടെ പ്രതികരണത്തിൽ നിന്നും MK മുനീറിന്റെ പ്രതികരണത്തിൽ നിന്നും ഒക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ശരി, ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.